ഹായ് ഹലോ വെൽക്കം ടു അവർ ജേർണി ഫ്രം ഡൽഹി ടു മണാലി. ഡൽഹിയിലെ റൂം വെക്കേറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ സെറ്റായി നിൽക്കാട്ടോ നമ്മൾ. കാശ്മീർ ഗേറ്റ് എന്ന ബസ് പുറപ്പെട്ട് അറൌണ്ട് 11 hours ജേർണി ഉണ്ട്. ആൻഡ് ബസ് മോർണിംഗ് മുതൽ നൈറ്റ് വരെ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ട്സിൽ അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ഈവനിങ് 7:30 ബസ് ആട്ടോ ബുക്ക് ചെയ്ത് പോകുന്ന അന്ന് രാവിലെ ആട്ടോ ബസ് ബുക്ക് ചെയ്തത്. ബിക്കോസ് നേരത്തെ ബുക്ക് ചെയ്താൽ റേറ്റ് കൂടുതലായിരിക്കും, അറൌണ്ട് 1000 to 2000 പെർ ഹെഡ് വരും. ബട്ട് അന്ന് ബുക്ക് ചെയ്താൽ ചീപ്പായി ടിക്കറ്റ് കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് അന്ന് 600 ടിക്കറ്റ് കിട്ടിയത്. സിംഗ് ബസിന്റെ പുതിയ മോഡൽ വോൾവോ ബസ്സിലാട്ടോ ഞങ്ങൾ യാത്ര ചെയ്ത്. ആൻഡ് ബസ് കറക്റ്റ് ടൈമിനായിരുന്നു. അറൌണ്ട് 11 PM ഫുഡ് കഴിക്കാനും ബസ് നിർത്തിയിരുന്നു. ആൻഡ് സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സർവീസ് ആയിരുന്നു. വാട്ടർ ബോട്ടിൽ, വോമിറ്റിംഗ് ബാഗ്, ബ്ലാങ്കറ്റ്, പില്ലോ ആൻഡ് ചാർജിംഗ് പോർട്ടൽ എല്ലാ സീറ്റിലും അവൈലബിൾ ആയിരുന്നു. മോർണിംഗ് 7 മണിക്കാണ് നമ്മൾ അവിടെ എത്തിയത്. ആൻഡ് ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തതുകൊണ്ട് ടാക്സി വിളിച്ച് നേരെ റൂമിലേക്കാണ് പോയത്. ഹഡിംബ ടെമ്പിളിന് അടുത്തായിരുന്നു നമ്മുടെ റൂം. ഒരു 4 bedroom വില്ലയാട്ടോ നമ്മൾ എടുത്തത്. ആൻഡ് റൂം ടൂർ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഹഡിംബ ടെമ്പിൾ കാണാൻ ഇറങ്ങിയത്. ആൻഡ് റൂമിന് അടുത്തായതുകൊണ്ട് നമ്മൾ നടന്നാണ് പോയത്. നടക്കുന്നതിനിടയിൽ കുറേ ക്യൂട്ട് മൊയലിനെ പിടിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ആൻഡ് മൊയലിനെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ 50 rupees അവർ വാങ്ങുന്നത്. അതുമാത്രമല്ല യാക്കിൻ്റെ മേലെ കയറി ഫോട്ടോ എടുക്കാൻ 100 രൂപയാണ് വാങ്ങുന്നത്. ദെൻ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാനും അറൌണ്ട് 100 to 150 rupees ആയിരുന്നു. ഇതാണ് ഹഡിംബ ടെമ്പിൾ. ഇനി കുറച്ച് ചരിത്രമാവാം. ചുറ്റും ഫോറസ്റ്റ് നിറഞ്ഞ പ്രദേശമാണ്. ആൻഡ് മഹാഭാരതത്തിലെ ഭീമന്റെ ഭാര്യയായ ഹിഡിംബാദേവിക്ക് സമർപ്പിച്ച ടെമ്പിളാണ്. 1553 AD മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഇത് നിർമ്മിച്ചത്. മരം ആൻഡ് കല്ലുപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. ആൻഡ് 4 നിലയുള്ള മേൽക്കൂരയുണ്ട് ഈ ക്ഷേത്രത്തിന്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് സെന്റർ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് എന്ന് പറഞ്ഞാൽ മാഗി. മണാലിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും നമുക്ക് മാഗി കിട്ടും. ദെൻ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായ സിദ്ധു ആണ് നമ്മൾ കഴിച്ചത്. സംഭവം രസമുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മളൊരു ചായയും കുടിച്ചു. മണാലി വന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞത് അതൊരു വേറെ മൂഡല്ല. ഇവിടെയും യാക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടുത്തെ യാക്ക് കുറച്ച് ടെററായിരുന്നു. നേരത്തെ കണ്ട യാക്ക് കുറച്ച് പീസ്ഫുൾ ആണെങ്കിൽ ഇത് കുറച്ച് അഗ്രസീവ് ആയിരുന്നു കേട്ടോ. സോ അതിലൂടെ നടക്കാനൊക്കെ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ആൻഡ് അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഓൾഡ് മണാലിയിലേക്കാണ്. ടെമ്പിൾ കഴിഞ്ഞ് കുറച്ച് നടന്നാൽ തന്നെ ഓൾഡ് മണാലി എത്തും. ആൻഡ് അവിടേക്ക് പോയത് ലാൻഡ് സ്ലൈഡ് നടന്ന ഏരിയയിലൂടെയാണ്. 2025 മഴക്കാലത്തുണ്ടായ ലാൻഡ് സ്ലൈഡ് കാരണം അവിടെ കുറേ റോഡും പാലും ഒക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ റോഡിലൂടെ പോകാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത്. സോ മൈ പാരൻസ് ആൻഡ് മൈ ബേബി ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്. ഒരു പ്രോപ്പർ റോഡൊന്നുമല്ല, കുറേ പാറകളുണ്ട്. അതിൻ്റെ മേലെ കൂടെ വേണം നമ്മൾ താഴോട്ട് ഇറങ്ങാൻ. താഴെ ഇറങ്ങിയാൽ കാണുന്ന നദിയാണ് ബിയാസ് നദി. ഈ നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് റോഹ്താങ് പാസിന് സമീപമുള്ള ബിയാസ് കുണ്ടെന്നാണ്. സീസൺ അനുസരിച്ച് റിവർ റാഫ്റ്റിങ്ങും നടക്കാറുണ്ട്. ഫോട്ടോ എടുക്കാനും ശാന്തമായി സമയം ചെലവഴിക്കാനും പറ്റിയൊരു സ്ഥലമാണിത്. ലാൻഡ് സ്ലൈഡിന് ശേഷം റിവർ സൈഡുള്ള ഷോപ്സിനും ബിൽഡിങ്സിനും ഒക്കെ നല്ല ഡാമേജ് സംഭവിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 2025 ലാൻഡ് സ്ലൈഡിന് ശേഷം ട്രാൻസ്പോർട്ടേഷനും കച്ചവടവും ഗുരുതരമായി ബാധിച്ചിരുന്നു. ആൻഡ് കറന്റ്ലി നോർമൽ സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡുകളൊക്കെ കുറെ തുറന്നിട്ടുണ്ട്. ബട്ട് മഴയോ സ്നോഫോളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ബ്ലോക്കും ചെയ്യാറുണ്ട്. ഷോപ്പുകളും ഹോട്ടലുകളും ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ടൂറിസം അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റോഡ് സ്റ്റാറ്റസും വെതറും ഒക്കെ മുൻകൂട്ടി നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഹഡിംബ ടെമ്പിളും ഓൾഡ് മണാലിയും ബിയാസ് നദിയൊക്കെ നടന്ന് കണ്ടപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചിരുന്നു. സോ ടാക്സി വിളിച്ച് നമ്മൾ റൂമിൽ പോയി. ഇനി മണാലിയിലെ ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ അതുവരെയും ബൈ.